ഹലോ ഫ്രണ്ട്സ്, ഒരു ഷോർട്ട് ഫിലിം ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബേബി ഷവർ. എന്നാ പിന്നെ കഥയിലേക്ക് കടക്കാം. ഒരു ഗർഭിണിയായ സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ് തുടക്കം. ഇവൾ എന്തോ ആലോചിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ബാൽക്കണിയിൽ. അവളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റുമുണ്ട്. അവൾ നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്. അവളുടെ വളക്കാപ്പ് ചടങ്ങായിരുന്നു അന്ന്. എന്നാൽ അവളുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. വീടിനകത്ത് ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇത് കാണുന്ന അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് 7-ാം മാസത്തിലെ ക്ഷീണം ഒക്കെ കാണും. അത് മുഖത്ത് കാണിക്കാതെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു സന്തോഷവതിയായി നിൽക്കാൻ പറയുന്നു. ഈ ഗിഫ്റ്റ് ആർക്കാണെന്ന് അവളോട് ചോദിക്കുമ്പോൾ അത് എന്റെ ഭർത്താവിന് ആണെന്ന് പറയുന്നു. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ശേഷം ആ ഗിഫ്റ്റ് അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരും വന്ന് ചടങ്ങ് തുടങ്ങിയിട്ട് കൊടുക്കാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ചടങ്ങ് തുടങ്ങി. എല്ലാവരും അവളുടെ മുഖത്ത് ചന്ദനവും കയ്യിൽ കുപ്പിവളയും ഇട്ടുകൊടുത്തു. ഇതേ സമയം ഹസ്ബൻഡ് ബാൽക്കണിയിൽ ഫ്രണ്ട്സിനൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഹസ്ബൻഡ് വന്ന് ചന്ദനമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ അമ്മയോട് നേരത്തെ തന്ന ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. ഗിഫ്റ്റ് ഭർത്താവിന് കൊടുത്തപ്പോൾ അവന് അതൊരു സർപ്രൈസ് ആയി. അവൻ അപ്പോൾ തന്നെ അത് തുറന്നു നോക്കി. അതിൽ ഒരു പെൻഡ്രൈവ് ആയിരുന്നു. തന്റെ ഭാര്യയുടെ മെറ്റേണിറ്റി ഫോട്ടോസ് ആണെന്ന് കരുതി അപ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ വച്ച് അത് പ്ലേ ചെയ്യുന്നു. എന്നാൽ അതിൽ അയാളുടെ ഓഫീസിലെ മറ്റൊരു പെൺകുട്ടിയുമായുള്ള ബെഡ്റൂം സീൻ ആയിരുന്നു. ഇത് കണ്ട അയാൾ തലയ്ക്ക് കൈയും വെച്ച് നിന്നു. അത് ഓഫ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവന്റെ അമ്മ വന്ന് ടിവി ഓഫ് ചെയ്തു നേരെ പോയി മരുമകളെ അടിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു അവളുടെ അമ്മ അവളുടെ അടുത്തുവന്ന് അവനോട് ഇതൊക്കെ ക്ഷമിക്കണമെന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് ഒരുമിക്കണമെന്ന് പറയുന്നു. അവളുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയതുകൊണ്ട് അവളുടെ അമ്മ അവളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ആ ഗതി എന്റെ മോൾക്ക് വരരുത് എന്ന് ഉപദേശിക്കുന്നു. എന്നാൽ അടുത്ത റൂമിൽ അവന്റെ അമ്മ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞു അയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. റൂമിൽ വെച്ച് ചെയ്ത് തെറ്റാണെന്ന് കല്യാണത്തിനു മുൻപ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നും അറിയാതെ സംഭവിച്ചു പോയതാണെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം അവസാനിപ്പിച്ചു നമ്മുടെ കുഞ്ഞിനു വേണ്ടി തെറ്റുകളെല്ലാം മറന്നു ജീവിക്കാമെന്ന് അയാൾ അവളോട് പറയുന്നു. എന്നാൽ അവൾ കുറച്ചുനേരം ആലോചിച്ച ശേഷം ഒക്കെ കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇതറിഞ്ഞ നിമിഷം ആ ദേഷ്യത്തിൽ ഞാനും ഒരു തെറ്റ് ചെയ്തു. അയാൾ ആകാംക്ഷയോടെ ചോദിക്കുന്നു, എന്ത് തെറ്റാണെങ്കിലും നമുക്ക് ക്ഷമിക്കാം, നമുക്ക് ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അവൾ പറഞ്ഞു, "നെത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ല എന്നാണ്." ഇത് കേട്ടതും അയാൾ ആകെ തകർന്നുപോയി. എന്തായാലും നിനക്ക് തെറ്റുപറ്റി, എനിക്കും തെറ്റുപറ്റി. കഴിഞ്ഞതെല്ലാം മറന്ന് നമ്മൾ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമല്ലേ. അതുകൊണ്ട് നീ എന്റെ ഈ തെറ്റും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞു. അവിടെ നിന്നും അയാൾ ഇറങ്ങിപ്പോയി. പുറത്തുനിന്ന് ബന്ധുക്കൾ എന്താണെന്ന് കാര്യം എന്ന് ചോദിച്ചെങ്കിലും അവൻ ഒന്നും പറയാതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടുന്നു. ഇത് കണ്ട് റിലേറ്റീവ്സ് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ശേഷം ബാൽക്കണിയിലേക്ക് വന്ന മകളോട് അവളുടെ അമ്മ സങ്കടവും ദേഷ്യവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്താണ് അവനോട് പറഞ്ഞത്? ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ മറുപടി പറഞ്ഞു, ഞാനൊരു കള്ളം പറഞ്ഞു അമ്മേ എന്നായിരുന്നു.